അങ്ങനെ ഡോൾഫിൻ ഷോ അവിടെ നടക്കുന്നുണ്ട്. അത് കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ വന്ന നഷ്ടമാണ്. അതുകൊണ്ടിട്ട് ആ ഷോ നടക്കുന്ന കറക്റ്റ് ടൈമിലാണ് നമ്മൾ എത്തിപ്പെട്ടേക്കുന്നത്. അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പെട്ടെന്ന് ഓടി വരൂ. എന്റെ മോൻ എന്തോരം ആൾക്കാരോ. എന്തൊരു സ്റ്റേഡിയം പോലെ ഉണ്ട്.บอกให้นวดไม่เชื่อ
മതിയല്ലേ? നല്ല ചൂടുണ്ട്. അങ്ങനെ ഡോൾഫിൻ ഷോയും കണ്ടു. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ എല്ലാവരും ടയർഡായി. നല്ല ചൂട്, ഭയങ്കര ഹ്യൂമിഡിറ്റി കാരണം. അതെ, എബ്രു ഇതുപോലെ ഫീഡിങ്ങിന്റെ ടൈമൊക്കെ ആയിട്ടുണ്ട്. അവനാകെ ഭയങ്കര ടയർനെസ് പോലെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവിടെ ഷോ നടന്നുകൊണ്ടിരിക്കുക. സൗണ്ട് കേട്ടില്ലേ? എന്ത് ആൾക്കാരാണ്! ഭയങ്കര ഒരു വലിയൊരു സ്റ്റേഡിയം. പിന്നെ ഫുള്ള് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോൾഫിൻസും എല്ലാം അടിപൊളിയായിരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തയിലേക്ക് നമുക്ക് പോവാം. യെസ് ഗൈസ്, അങ്ങനെ ഈ ബസ്സിലേക്കാണ് നമ്മൾ അടുത്ത ജംഗിൾ സഫാരി. ഫ്രണ്ടിൽ കയറിക്കാണെങ്കിൽ ഫ്രണ്ടിൽ കയറില്ലോ. കയറിക്കോ, നല്ല ഇരിക്കാൻ പറ്റിയ രീതിയിൽ. നൈസ്, അടിപൊളി. എനിക്കും കൂടെ സീറ്റ് പിടിച്ചാൽ അതിന്റെ ഫ്രണ്ട് ഷോട്ട് എടുത്തിട്ട് വരാം. അടിപൊളി. ബാബാ അങ്ങനെയൊക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടുന്ന് നല്ല വ്യൂ കിട്ടും. അടിപൊളി. എല്ലാവരും ഓക്കെ അല്ലേ ഗൈസ്? അങ്ങനെ നമ്മുടെ ജംഗിൾ സഫാരി സ്റ്റാർട്ടായി. ബസ് എടുത്തിട്ടുണ്ട്. അറിയോ? ഓക്കെ, പൊളിയല്ലേ? ഇടയ്ക്കിനായിട്ട് ഡോറൊക്കെ തുറന്ന് തരൂട്ടാ, പുലിക്കൊക്കെ കയറി വരാൻ വേണ്ടി. ഞാനുണ്ടാവും. ഞാൻ കണ്ടപ്പോഴും ഓടിയിട്ടുണ്ടാവും. ഓക്കെ, സഫാരി സ്റ്റാർട്ടായി. സൈക്കിൾ പേടിച്ച് ഇപ്പുറത്തുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് നമുക്ക് കാണാം. ഇവിടെ ഞാനിവിടെ ഗ്ലാസ് ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കണം. സോനു ഷോളൊക്കെ തള്ളി, സോനൊരു ഷോള് വാങ്ങിച്ച് ഗ്ലാസ് ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നത്. എന്നാലും മര്യാദ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. ഒരുപാട് വണ്ടികളൊക്കെ അങ്ങ് പോകണ്ടിട്ടാ. അങ്ങോട്ട് പോയി വന്നിട്ടുണ്ട്. ഒരു റൗണ്ട് സർക്കിളാണ്. അറിയില്ല, പ്രൈവറ്റ് വണ്ടിയൊക്കെ കുറെ കാറുകളും ബൈക്കുകളൊക്കെ പോയി വന്നിട്ടുണ്ട്. എനിക്കോട് അത് വഴിയാന്ന് തോന്നി. അതെ അതെ, അതെ അതെ അതെ. ഇരിക്കണ്ട അവിടെ ആരെങ്കിലും ഇരിക്കാണ്ടിരുന്നു. എനിക്കെന്താ പേടി? ഒഞ്ഞു പോടി, പേടിയാണോ അതൊക്കെ? എൻട്രൻസ് എവിടെ പറയൂ? അമ്മോ, എൻട്രൻസ് അടിപൊളി ഗൈസ്. സഫാരി പാർക്ക്, സഫാരി വേൾഡ്, മറൈൻ പാർക്ക് എല്ലാ സെറ്റപ്പും ഒന്നിച്ച് 3-ന് 3 എൻട്രൻസ് ഇട്ടാ. നമ്മളിപ്പോൾ സഫാരി പാർക്ക് എൻട്രൻസിൽ കൂടെ തന്നെ കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ വഴിയാണെന്നോ? ചെറിയ വഴിയാണോ? ചെറിയ വഴിയാണെന്നോ അല്ലേ? എൻ്റെ അവിടെ ചെടികളൊക്കെ നനച്ചു കൊടുക്കണ്ടിട്ടാ. എന്നെ പോലെ ഭയങ്കര പ്രകൃതി സ്നേഹിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ 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 അതെ. അത് ഈ സൈഡ് വയ്ക്കാം. എല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്ത് കൂടെ ഒരു ബസ് തന്നെ വയ്ക്കാം. പരിപാടിയൊക്കെ ഫിനിഷ് ചെയ്തു. സൈക്കിൾ ഇപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ആയി. എനിക്ക് പറന്ന് നടന്ന വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഇരിക്കണ ഒറ്റയ്ക്ക് ഇരിക്കണ. ഇവിടുന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട്. ഒട്ടകം ഗൈസ്, ഒട്ടകം അടിപൊളി. ഒട്ടകത്തിന് മേത്തൊക്കെ മുഴയുണ്ടല്ലോ, ഒരുപാട് മുഴകൾ ഒട്ടകത്തിന്. ഒട്ടക കുഞ്ഞുങ്ങളും ഉണ്ട്. ഒട്ടകത്തിന് മേത്ത് മുഴയല്ലേ?
അതെ. ചെടികളുമാണ്. നിങ്ങൾ പെട്ട് ഗൈസ്, നിങ്ങൾ അതെ അതെ, ചെടികൾ കാണാൻ നല്ല രസമാണ്. കുഴപ്പമില്ല. സങ്കടപ്പെട്ടിട്ടുണ്ട് അവിടെ ഇരുന്ന്. ശശിക്കള എന്നുണ്ട്. എവിടെ നോക്കത്, എവിടെ നോക്കി ഇവിടെ എന്തൊക്കെയോ 1-2 ഒക്കെ കാണുന്നുണ്ട്. ഉവ്വ ഉവ്വ. എവിടെ നോക്കിയത്, ഇവിടെ അടുത്തേക്ക്. എന്തെന്നോ ലൈറ്റ് ആയിട്ടും ലേറ്റസ്റ്റ് ആയിട്ടും വരും. ആ പ്രൈവറ്റ് വണ്ടികൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് അലൗഡ് ആണെന്ന് തോന്നല്ലേ. എക്സ്ട്രാ ചാർജ് കൊടുത്താൽ മതി എന്ന് തോന്നുന്നു പ്രൈവറ്റ്. അല്ല, നമുക്ക് മറ്റേ വണ്ടിക്ക് പോകാറ് അങ്ങനെയാണെങ്കിൽ ചാർജ് ആയിട്ടുണ്ടെങ്കിൽ. നമ്മൾ നേരത്തെ പോയി വന്നല്ലേ അവിടെ വീഡിയോ സ്ഥലം, ആ ജിറാഫിന്റെ. ഓക്കെ, നമ്മൾ ഫീഡ് ചെയ്ത സ്ഥലം ജിറാഫിന്. പ്രാവ് വരെയുണ്ട് ഗൈസ്. അത് നമ്മുടെ ശല്യമില്ലല്ലോ, അതുകൊണ്ടിട്ട് പറഞ്ഞു. അല്ല, ഉദ്ദേശിച്ചത് ഇങ്ങനെ ഓപ്പൺ എയർ ആണല്ലോ, അപ്പൊ പറന്ന് വേറെ സ്ഥലത്തോടൊന്നും പോകാൻ സാധ്യതയില്ലല്ലേ. ചിലപ്പോ അവർക്ക് ഇവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുത്തേക്കണോണ്ട് അങ്ങനെ പോകില്ലായിരിക്കും. ബ്രോ ഇറങ്ങി. നമ്മള് നേരത്തെ ജിറാഫിനെ ഫീഡ് ചെയ്ത സ്ഥലം അവിടെ നിന്നാണ്. അതിന് മേലെ നിന്നിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ ഫുഡ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് അടിച്ച് വിടുമ്പോള് അതാണ് ഞാൻ നോക്കല്. അത് സീബ്ര. അടിപൊളി അടിപൊളി. അതേപോലെ ഒരു ബസ്സിലാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ ഒരു കറക്കം കറക്കതേ ജിറാഫിന്റെ അടുത്ത് തന്നെ എത്തി. വരും മകളെ, വരും വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട് പുലികളുടെ അടുത്തേക്ക് ഇറങ്ങിയ റോഡ് സൈഡിൽ നിന്നോ ഞങ്ങളുടെ വണ്ടി വന്നിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണമെന്ന്. വാട്സപ്പ് കോളാണ് ചെയ്തത്.
വീഡിയോ കോൾ വേണോ? വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. അത് കല്ലാണ്, ഒറിജിനൽ. അന്ന് സ്റ്റക്കായിരിക്കുന്നത്. ഒന്നും കുളിപ്പിക്കായിരുന്നില്ലേ? ആ പ്രൈവറ്റ് കൊണ്ടുപോകുന്നതാണ്. ചെയ്താറിനെങ്കിൽ നമ്മൾ വന്ന ആ വണ്ടി തന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു, അല്ലെ എക്സ്ട്രാ ചാർജ് കൊടുത്ത് കയറാറുണ്ട്. അടിപൊളിയല്ലേ? വർഷങ്ങളായിട്ടുള്ള 1988 ഞാൻ ജനിച്ചപ്പോഴത്തേക്കും ബഷീർ ജനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവൻ ഇതേപോലെ 2024 ജംഗിൾ സഫാരിക്ക് ഫാമിലി ആയിട്ട് വരും. നമുക്ക് ഇപ്പോഴേ ഇതെല്ലാം റെഡിയാക്കണമെന്നും പറഞ്ഞ് ഇതൊക്കെ റെഡിയാക്കി. ആണല്ലേ? അതെ, ഡാഡെ ആദ്യമായിട്ടാണ് ആനിമൽസിലെ ബസ്സിൽ നിന്ന് കാണുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ടാണ് എപ്പോഴും കാണാറ്. അതെ. ഇതൊരു വാഹനമായിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ഇതിന്റെ 2 കൊമ്പിലും പിടിച്ച് വണ്ടി ഓടിക്കുന്നു. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ആ ഇതിന്റെ നേരെ പലതരം ഹാൻഡിലാണ്, ഹാൻഡിൽ ബാർ. ആ ഗ്രില്ലുള്ള വണ്ടി കയറുമ്പോ എന്താ പ്രശ്നം അറിയോ? ഭയങ്കര ചൂടായിരിക്കും. ചൂടായിരിക്കും ഭയങ്കര. ഇതാകുമ്പോ സമാനത്തെ എ സിയിലിരുന്ന് പോവാം. ഡേഞ്ചർ ഒന്നുമില്ല, ഗ്രില്ലല്ലേ ഇട്ടേക്കണ. അങ്ങനെ പേടിക്കണമെന്നും വേണ്ട, ഞാനില്ലേ. അറിയാം, അതുകൊണ്ടല്ലേ ഞാനില്ലെന്ന് പറഞ്ഞു. ഞാനുള്ളപ്പോ ഒന്നിച്ചിരുന്ന് പേടിക്കാലോ. ആരെങ്കിലും കൂട്ടരാരെങ്കിലും ഉണ്ടാവുമല്ലോ. പോയി വാപ്പനെ കുരങ്ങന്ന് വിളിക്കാൻ തുടങ്ങി. ബസ്സുകളൊക്കെ ക്യൂ പാലിക്കുക. ഇത് ഇവിടെയുള്ള മൃഗങ്ങളെക്കാട്ടി കൂടുതൽ ബസ്സുകളല്ല കാണാൻ പറ്റുന്നത്. അവിടെ ലയൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഉണ്ട്. നമുക്ക് നോക്കാം ലയനെ കാണാം. ലയനെ എവിടെ? ഒരു ലയനും ഇല്ല. എവിടെ? കണ്ട ടൈഗർ ലയൺ ആയിരിക്കും. ഇല്ല അവിടെ ഉണ്ട് ലയൺ ഉണ്ട്. അവിടെ കാണാൻ പറ്റില്ല. ലയൺ ടൈഗർ എവിടെ? ഒന്ന് പട്ടിനെ പോലെ എടുത്തില്ല. എന്തോട് കിടക്കണം മോനെ, കിടക്കണം മോനെ.
ലയണൊക്കെ അവിടെ നിന്ന് പറയണ്ടത് കുറെ എണ്ണന്മാര് ബസ്സും പിടിച്ചിട്ട് വന്നിട്ടുണ്ട് പണ്ടാരം പിടിക്കാൻ മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി. അല്ല സോനു അവിടെ നിന്ന് പറയണ്ട കുറെ എണ്ണന്മാര് ബസ്സും പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മതിയാവും. മതിയായി. ഡെയിലി ഇതൊക്കെ തന്നെ, വേറെ പണിയൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ പറഞ്ഞു. അതെ ആ അതിന് ഫുഡ് ഇട്ട് കൊടുത്ത പോലെ ആവും. പിന്നെ നമ്മളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അതിന് മറ്റേ തീട്ടക്കുരീനും കിട്ടിയ പോലെ ഇരിക്കും. ചിലപ്പോ തിന്നൂല. നീ പുഴമീൻ തിന്നൂലല്ലോ അതേപോലെ. ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് ഇഷ്ടമല്ലത്. ആ ടൈഗർ. ബംഗാളിലെ ടൈഗർ ഇവിടെ അത് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടത് വിട്ടതായിരിക്കും. പുലി 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 ഇതവിടെ ഉണ്ട്, ഇതവിടെ അതിൻ്റെ ഉള്ളിൽ. കാറിന്റെ സൈഡിൽ കാണാൻ പറ്റും. കറങ്ങത്തില്ല, ഞങ്ങളുടെ സൈഡിൽ കാണാൻ പറ്റും. ഞങ്ങളുടെ സൈഡിൽ കാണാൻ പറ്റും. ആ തേണ്ട് 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 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. മോനെ ഇതുണ്ട് മോനെ. ഞാൻ നടന്നു പോണണ്ട. അടുത്ത് തൊട്ടടുത്ത് പുലി, തൊട്ടടുത്ത്. തേണ്ട് തേണ്ട് ഇവിടെ നോക്ക. സുനു ഇവിടെ വാ, സുനു ഓടിയാ. എന്റെ അമ്മൂ തൊട്ടടുത്ത്. അയ്യോ ഹെവി സൈസ്. എന്റെ പൊന്നോ ഇവിടെ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥയില്ലേ, സീനായിരിക്കും. അടിപൊളി. എന്താടി എന്നെ കൊല്ലാൻ വേണ്ടിയുള്ള ആഗ്രഹം നിനക്ക്? ഡാട ഇറങ്ങി ഡാട നോക്കി. ടൈഗർ. വാവ് 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 പൊളി. ഭയങ്കര സൈസ്. എന്റെ പൊന്നോ കൊള്ളാം ഗൈസ്. ഇപ്പഴാണ് പൈസ മുതലായത്. ഇപ്പഴാണ് പൈസ മുതലായത്. അത് കണ്ട് ശീലമായിട്ടുണ്ടാവും. ഓ മൈ ഗോഡ്, അങ്ങനെ അടുത്ത് വെച്ച് ടൈഗറെ കണ്ടു ഗൈസ്. പുലി പുലി എന്താടി നീ മൂക്കൊക്കെ ആയിട്ടൊക്കെ തിരുമ്മിക്കളയണം. Oh, lipstick. Okay. അവിടെ ടൈഗറിന്റെ സൈഡ്. യാ മോനെ അമ്മാതിരിക്കും. എത്ര ടൈഗറാന്ന് നോക്കിയാ. സുനു കാണണ്ട സുനു, അടിപൊളി ഇല്ല. ഇവിടെ കൊറേ ഉണ്ട് ടൈഗറിന്റെ ബഹളം. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാ. നൈസ് നൈസ്. കൊറേ ഉണ്ട് കേട്ടാ. എന്റെ അമ്മ ആരെങ്കിലൊക്കെ ഇറങ്ങി ചെന്നായിരിക്കും എന്തായിരിക്കും അവസ്ഥ? ഓടിച്ചിട്ട് കടിക്കൂ. അപ്പുറം കല്ലിന്റെ മേളിൽ തലയൊക്കെ വെച്ച് കിടന്നുറങ്ങുന്നത്. മാൻ 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 പുള്ളിമാൻ കിടാവേ. മാനൊക്കെ ഉണ്ട്. ഇതൊക്കെ രണ്ട് സെക്ഷനായിട്ട് ഇട്ടേക്കണം, അല്ലെങ്കിൽ മാനൊക്കെ ഓടിച്ചിട്ട് കടിച്ചു തിന്നാളില്ല. ഇതാ അവിടെ ആയിട്ട് ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ ഉണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് കൈമാറ്റിക്ക് സൈക്കിൾ കൈമാറ്റിക്ക് കഴിഞ്ഞോ അല്ലേ? നമ്മൾ തിരിച്ചു പോകണോ അല്ലേ? അല്ലേ?
ഇതവിടെ ബാക്കിൽ ഒരാൾ കിടന്നത് നല്ല ഉറക്കം. ആ എനിക്ക് ഇതൊന്നും കാണണ്ട കേസ്, ഞാൻ കിടന്നോ റെയിൻകോളാവും. പക്ഷെ ബാക്കിൽ ഒരാൾ കിടന്നത് നല്ല ഉറക്കം. ഉറപ്പായിട്ട് എന്താണ് ഈ സാധനത്തിന്റെ പേര്? വേറൊരു സാധനം പോലും. എമു ആണോ? എനിക്കറിയില്ല എന്റെ പേര്. ഹിമാലയൻ കരടി 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 എന്തോ കാര്യമായിട്ട് തിന്നണ്ടല്ലോ, എന്തോ കാര്യമായിട്ട് തിന്നുണ്ട്. ഇത് ഇറച്ചി. രണ്ടെണ്ണം അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എനിക്ക് തരുമോ കുറച്ച് കൊക്ക് എടുത്തു വന്നിട്ട്? എനിക്ക് കുറച്ച് തരുമോ? വെള്ളത്തിൽ എന്ത് സാധനം കൊടുക്കണ? ബ്ലാക്ക് ബെയർ. യെസ്, പറന്ന് നടക്കണ കൈസ്. ഞാനിവിടെ പറന്ന് നടക്കണം. എന്താണ് വെച്ചാല് നല്ല സുഖത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കണേ ചൂട് ടൈമില്. എവിടെ പോണം? അടിപൊളിയല്ലേ? കൊറേ പോത്തുകളുണ്ട്. പോത്തൊക്കെ ഇനി കാണാൻ കുറെ. അങ്ങനെ ജംഗിൾ സഫാരി കഴിഞ്ഞു അല്ലേ? ജംഗിൾ സഫാരി കണ്ടു കഴിഞ്ഞു. അയ്യോ, അത് കാരണം സോനിന്റെ ലുക്ക് കൂടിയിട്ട്. ഓക്കെ, ജംഗിൾ സഫാരി കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു അല്ലേ? സത്യം സത്യം, അത് എനിക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ജംഗിൾ സഫാരി ബസ്സിൽ പോയി കണ്ടതിനെക്കാട്ടി നമ്മ എന്താ പറയാ പുറത്തുനിന്ന് നടത്തു പറയുക ഉണ്ടല്ലോ, അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ എന്നാലും ജംഗിൾ സഫാരിയിൽ നമുക്ക് കുറച്ച് മുതലായ എന്ന് പറയാൻ വേണ്ടി നമ്മളെ ടൈഗറിനൊക്കെ അടുത്ത് വെച്ച് കണ്ട്, ലയൺ ടൈഗറൊക്കെ അടുത്ത് വെച്ച് കണ്ടത് കൊള്ളായിരുന്നു. അതുപോലും കാണാൻ പറ്റിയില്ലെങ്കിൽ വെറും വ്യവസ്ഥ പറയാൻ പറ്റുമായിരുന്നു. ഇത് അതായത് ഫുള്ള് നമ്മൾ കാണിച്ചിട്ടില്ല ഇതിൻ്റെ അത്. ആക്ച്വലി ഞാൻ കുറച്ചൊക്കെ വ്ളോഗിൽ കാണിച്ചിട്ടില്ല. ശരിക്കും അവിടെ കറങ്ങി നടന്ന് കാണാൻ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം യെസ്, എല്ലാവരും ചെയ്തില്ലേ? യെസ്, പൊളിച്ച്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് എല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി കാറിൽ കയറി റൂമിലേക്ക് പോവാം. അതാണ് ഇങ്ങനെയൊക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇതേപോലെ കിടിലം വീഡിയോ ആയിട്ട് ഇനിയും വരും. അതുവരെ ബൈ ബൈ.